നമസ്കാരം. റെസ്പോൺസ് കേരളയിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്തകളും വിവരങ്ങളുമൊക്കെ നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൻ്റെ യൂട്യൂബ് പേജും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുകയാണ്. അർജുനെ, വിനായകനാണ് പ്രധാനമായും ഇന്നലെയും മിനിയാന്നുമൊക്കെ ആയിട്ടുള്ള ചർച്ചാ വിഷയത്തിൽ വന്നിരിക്കുന്നത്. വിനായകൻ കഴിഞ്ഞ തവണ, അതായത് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയ്ക്കിടയിൽ ഇതെന്തൊരു പ്രഹസനമാണ് ഈ മാധ്യമങ്ങൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി ചത്തു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരു വൃത്തികെട്ട പോസ്റ്റ് ചെയ്തിരുന്നു. അന്ന് തന്നെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് വിനായകനെ കാണുന്നത്, മുദ്രാവാക്യം വിളിക്കുന്ന വിനായകനെയാണ് നമ്മൾ കണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ്, അത് നമുക്കൊന്നും പറയാനില്ല. കാരണം ആയിരങ്ങളാണ് VS അച്യുതാനന്ദനെ കാണാൻ വേണ്ടി വന്നത്. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള പല ആളുകൾക്കും പേഴ്സണലി വളരെ ദുഃഖം ഉണ്ടായിട്ടുള്ളൊരു വിയോഗമാണ് സഖാവ് VS അച്യുതാനന്ദൻ്റെ വിയോഗം എന്ന് പറയുന്നത്. പക്ഷെ അതിനുശേഷം അന്ന് അങ്ങനെ പറഞ്ഞ വിനായകനാണ് ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ഈ മുദ്രാവാക്യം വിളിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അതിലൊരു ഔചിത്യക്കുറവില്ലേ എന്നൊരു സംശയമുണ്ട്. എങ്കിലും അതും നമുക്ക് വിടാം. അതിനുശേഷം വിനായകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് VS ചത്തു, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ചത്തു, അതുപോലെ മഹാത്മാഗാന്ധി ചത്തു, എൻ്റെ അപ്പൻ ചത്തു, ഇങ്ങനെ കുറെ ആളുകളുടെ പേര് പറഞ്ഞിട്ടാണ് ചത്തു എന്ന് പറയുന്നത്. ചത്തു എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ചത്തു എന്നുള്ളത് മാത്രമല്ല, നിന്റെ അമ്മയുടെ നായരാണോ? അല്ല, അത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നികൃഷ്ടമായ ഭാഷയിൽ ഏറ്റവും വൃത്തികെട്ട ഭാഷയിലേക്ക് വിനായകൻ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇത്തരത്തിൽ വിനായകൻ പോകുമ്പോൾ വിനായകനെ സംരക്ഷിക്കാൻ വേണ്ടി കുറെ ദളിത് കാർഡ് ഇറക്കുന്ന കുറെ ആൾക്കാരുണ്ട്. യഥാർത്ഥ ദളിതരുടെ പ്രശ്നങ്ങൾ വേറെ കിടക്കുന്നുണ്ട്. ഈ എന്ത് കാര്യങ്ങൾ ചെയ്താലും വിനായകനെ ദളിത് കാർഡിലേക്ക് സംരക്ഷിക്കുന്നതിനായിരിക്കും. അത് പൊതുവേ ഏതൊരു കുറ്റകൃത്യത്തിനും ഇന്ന് നമുക്ക് ജാതി ഒരു മറയായി കാണുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിരിക്കുന്നു. ഏതൊരു കുറ്റകൃത്യത്തിനും നമ്മൾ ജാതി കാർഡ് പുറത്തിറക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വിജയം കണ്ടെത്താൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ഒരുപാട് ജനങ്ങൾക്ക് കേരളത്തിൽ എത്തി തുടങ്ങിയിരിക്കുന്നു. ഇത് ഇദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല, വേടൻ്റെ കാര്യത്തിലും മറ്റേ ആ നടൻ കൃഷ്ണകുമാറിൻ്റെ അതുമായി ബന്ധപ്പെട്ട മക്കളുടെ കാര്യത്തിലും എല്ലാത്തിലും തന്നെ ഏതൊരു കാര്യത്തിലും നമ്മൾ ഈ പറയുന്ന പോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുക, തിന്മ ചെയ്യുക, എന്നിട്ട് ജാതി കാർഡ് പുറത്തിറക്കി കഴിഞ്ഞാൽ രക്ഷപ്പെടാം, എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാം എന്നുള്ള ഒരു അങ്ങേയറ്റം വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്തി നിൽക്കുന്നു. നമുക്കറിയാം, ആ ഒരു എയർപോർട്ട് അപകടത്തിൽ ഒരു കൊല്ലപ്പെട്ട ഒരു നേഴ്സ് ഉണ്ടായിരുന്നല്ലോ, ഒരു പത്തനംതിട്ട സ്വദേശി ഹമാദാബാദ്. ആ ഒരു കുട്ടിയുടെ വരെ ജാതിയെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ദയനീയമായിട്ടുള്ള പോസ്റ്റുകളായിരുന്നു നമ്മൾ ഒരുപാട് പേര് രേഖപ്പെടുത്തിയിരുന്നു. ജാതിയുമായി അധിക്ഷേപിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തിനും ഒരു ജാതി മറയായി കണക്ക് കൂട്ടി അത് എന്തും തങ്ങൾക്ക് ഏതൊരു തിന്മയും ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യമാണ് വിനായകനെ നയിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പറ്റി ഞാൻ കടക്കുന്നില്ല. ഈ പറയുന്ന മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ പറയുന്നില്ല. ഒരുപക്ഷെ അതിന്റെ അഡിക്ഷൻ ആയിരിക്കാം അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് എന്ന് തോന്നുന്നു. എനിക്ക് ആ കാര്യം പറയുന്ന സമയത്താണ് വിനായകന്റെ ആ കാര്യങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം, വിനായകൻ എത്രയോ തവണയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നത്. എന്തിനാണ് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വന്നത്? പലപ്പോഴും ഉടുത്ത വസ്ത്രം അയച്ച് കാണിക്കുക, തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലെ ആളുകളോട് അസഭ്യം പറയുക, ബാറിൽ പോയി വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുക, പൊതു റോഡിൽ ഇറങ്ങിക്കൊണ്ട് പ്രശ്നം ഉണ്ടാക്കുക, ഷൂട്ടിങ്ങിന് മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുക, ഈ പറയുന്നത് പോലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ വിമാനത്താവളങ്ങൾ, ഇപ്പോൾ എയർപോർട്ടിലൊക്കെ പോയിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി, ഒരിക്കലും അവിടെ പിടിച്ചു വെക്കേണ്ട ഒരവസ്ഥ ഉണ്ടായി. ഇത്തരത്തിൽ വിനായകൻ ഒരു ലഹരിയിൽ, ഇപ്പം മറ്റൊരു ഷൈൻ ടോം ചാക്കോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെ കടന്നുപോയി, അദ്ദേഹത്തിൻ്റെ അഡിക്ഷനും കാര്യങ്ങളൊക്കെ അദ്ദേഹം നിർത്തി, അദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ വിനായകൻ പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അവിടെ ഒരു ദളിത് സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് അദ്ദേഹത്തെ. ഇതൊക്കെ ചെയ്യാൻ വീണ്ടും പ്രേരണ നൽകുകയാണ് അദ്ദേഹത്തിന്. കാരണം എന്ത് ചെയ്തിട്ടും അദ്ദേഹത്തിന് വീണ്ടും തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്നില്ല. അതുമാത്രമല്ല, ദളിത് സംരക്ഷണം എന്നുള്ള ഒരു ടാഗും അദ്ദേഹത്തിന് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രവൃത്തി ചെയ്തിട്ടും ഈ കാർഡ് ഇറക്കി കഴിഞ്ഞാൽ തനിക്ക് യാതൊരു ശിക്ഷ ലഭിക്കുകയില്ല എന്നുള്ള ഒരു പൂർണ്ണ ഒരു ബോധ്യവും ഒരു അഹങ്കാരവും ഈ വിനായകന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പൊതുശല്യമായി സമൂഹത്തിന് തന്നെ ഒരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിനായകനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൽ വേറൊരു കാര്യം, ഈ വിനായകൻ എന്ന് പറയുന്ന ഒരു നല്ല നടൻ, അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, നല്ല കഥാപാത്രങ്ങളാണ്, ആടിത്തിമിർത്ത കഥാപാത്രങ്ങൾ നമുക്ക് പറയാം. അത്തരത്തിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു ക്വാളിറ്റി ഉള്ള നടൻ, പക്ഷെ ആ ക്വാളിറ്റി എന്തുകൊണ്ടാണ് സ്വന്തം ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ
കൊണ്ടു നടക്കാത്തത് എന്നൊരു ചോദ്യവും, ഒപ്പം നടൻ ജയസൂര്യയുമായി ബന്ധപ്പെട്ട് ജയസൂര്യയുടെ ഒരു ഏറ്റവും പുതിയ ഇറങ്ങാൻ പോകുന്ന സിനിമയിൽ വിനായകൻ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ വഹിക്കുന്നുണ്ട്. ആ ചിത്രത്തോടനുബന്ധിച്ച് ഇവർ ഈ പറയുന്നത് പോലെ മൂകാംബിക യാത്രയ്ക്ക് പോവുകയും മൂകാംബിക ചെന്ന് മാറിയ ഒരു വിനായകനെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഒരു വലിയ നിലയിൽ. പിന്നെ അദ്ദേഹം കുറേ കാലത്തേക്ക് ഒന്നിനും ഉണ്ടായിരുന്നില്ല. ഒരു വിവാദത്തിനിടയിലാണ് ജയസൂര്യ അദ്ദേഹത്തെയും കൂട്ടി ചേർത്ത് പിടിച്ച് ഈ പറയുന്ന മൂകാംബികയ്ക്ക് പോയത്. പക്ഷേ ഇപ്പോഴും ഈ മഹാത്മാഗാന്ധി ചത്തു അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ചത്തു, VS അല്ല, ഉമ്മൻചാണ്ടി ചത്തു എന്നുള്ളത് മാത്രമല്ല, നിന്റെ അമ്മയുടെ നായരായ ചാണ്ടി ചത്താൽ എന്താണ്, അങ്ങനെയൊക്കെയാണ് അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചോദിക്കും, ഞാൻ പറയുന്നത് അവരവരുടെ പൊളിറ്റിക്സ് പറയാൻ അവർക്ക് അധികാരവും അർഹതയും, പക്ഷെ വളരെ മ്ലേച്ഛമായ ഭാഷയിൽ ആരെയും അധിക്ഷേപിക്കുന്നു. എന്നിട്ട് സ്ഥിരം പരിപാടി പോലെ തന്നെ ഈ പറയുന്ന ദളിത് കാർഡ് പുറത്തിറക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാനുള്ളത്, അദ്ദേഹം പ്രൊഫഷനോടെ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഫിലിമിൽ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഈ പറയുന്ന ഒരുപക്ഷെ അദ്ദേഹം എത്രയൊക്കെ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും നമുക്കറിയാമല്ലോ, ഒരു സമൂഹത്തോട് പെരുമാറേണ്ട ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു രീതി അങ്ങേയറ്റം അത് അദ്ദേഹത്തിൻ്റെ 7 അയൽവക്കത്ത് കൂടി പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും. അത് ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് മഹാത്മാഗാന്ധി സേവാ സംഘത്തിന് ഒരു പരാതി പോയിരിക്കുന്നു. ഈ മഹാത്മാഗാന്ധിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്, ആലോചിക്കണം. അങ്ങനെ എല്ലാവരെയും അധിക്ഷേപിക്കുന്ന വിനായകനെതിരെ പരാതി പോയി. അത് അന്വേഷിക്കാൻ DGPയോട് നേരിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു, ഉത്തരവിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാ ആളുകളും ശക്തമായി വിനായകനെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ തരത്തിൽ പോവുകയാണെങ്കിൽ വിനായകന് നല്ല രീതിയിൽ പോവാൻ കഴിയില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. നല്ല രീതിയിൽ പോകാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല, ഇദ്ദേഹത്തിന് തക്കതായ ശിക്ഷ നൽകി അതായത് ജയിലറയ്ക്കുള്ളിൽ തന്നെ അടയ്ക്കേണ്ടതാണ്, തളയ്ക്കേണ്ടതാണ്. തീർച്ചയായിട്ടും.